വീട്ടിൽ വഴുതനങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ കറി വെച്ചാലൊന്നും ഞങ്ങൾ ആരും തൊടത്തില്ല കേട്ടോ. അപ്പോൾ അത് അമ്മ കളയാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ എന്ത് ചെയ്യും, അത് നല്ലപോലെ കഴുകിയിട്ട് 2 ഭാഗം കട്ട് ചെയ്ത് നൈസായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് അത് മാവിൽ മുക്കി പൊരിച്ച് തരാറാണ് പതിവ്. പറയുവാണെങ്കിൽ ഇതൊരു വഴുതനങ്ങ ബജി എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഇതേ ലെവലിൽ വേണം സ്ലൈസ് ചെയ്യാനായിട്ട്. ഈ ഒരു കട്ടി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. വഴുതനങ്ങ ഒന്ന് ചൂടായാൽ തന്നെ ഒന്ന് നല്ലപോലെ തളർന്നൊടിഞ്ഞ് വരും, പിന്നെ അത് കുഴപ്പമില്ല. ഇനി ഇതിനു വേണ്ടി മാവ് റെഡിയാക്കണം കേട്ടോ. ഒരു പാത്രത്തിൽ 1 ബൗൾ മൈദ, അതേപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടിയും കൂടി ഇടണം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ഇടണേ, ഉപ്പിടാൻ മറന്നുപോയി, അത് പിന്നീടാണ് ഓർത്തിട്ട് പിന്നെ ഇട്ടതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇത് നല്ലപോലെ കട്ടയൊക്കെ ഉള്ളത് കൊണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കണം. എനിക്ക് സ്പൂൺ വെച്ചിട്ട് ശരിയാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബീറ്റർ എടുത്തു, അതായത് ഇലക്ട്രിക് അല്ല, സാധാ ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചെയ്തത്. നല്ല പോലെ അത് നമ്മൾ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് വന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു, കാരണം ഉപ്പ് ഇത്തിരി കുറവ് പോലെ തോന്നിയായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഈ മാവിലേക്ക് ഓരോ വഴുതനങ്ങ എടുത്തിട്ട് മുക്കി നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് പൊരിക്കുകയാണ് ചെയ്തത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബജ്ജി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അവിടെ കടലമാവ് എടുക്കുന്നു, ഇവിടെ നമ്മൾ മൈദ എടുത്ത് ചെയ്തു എന്നും വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി തന്നെ കിട്ടി. ഇതിൻ്റെ കൂടെ ചമ്മന്തി കഴിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഇത് വെറുതെ തന്നെ കഴിക്കാം കേട്ടോ. ഇത് കഴിച്ച് തുടങ്ങിയാൽ തന്നെ ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ വഴുതനങ്ങയാണെന്ന് തോന്നത്തേ ഇല്ലായിരുന്നു. അത്രയും ടേസ്റ്റി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ വല്ലപ്പോഴും ഉണ്ടാക്കുന്നല്ലാതെ ഞാൻ അത് ഉണ്ടാക്കാറില്ല. ഞാൻ ഓരോ കുക്കിംഗ് ചെയ്യുമ്പോഴും എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഓരോ കുക്കിങ്ങുകൾ പറഞ്ഞു തന്നാൽ അതനുസരിച്ചാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് കഴിച്ച് കഴിയുമ്പോഴാണ് ഇത് വഴുതനങ്ങയാണെന്ന് അറിയുള്ളൂ. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ.